അവതാരികയായി മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തി പിന്നീട് നായികയായി മാറിയ താരമാണ് ജുവൽ മേരി. തന്റെ വേറിട്ട ശബ്ദം കൊണ്ടും അവതരണ ശൈലി കൊണ്ടുമാണ് അവതാരിക എന്ന നിലയിൽ ജുവൽ തിളങ്ങിയത്. റിയാലിറ്റി ഷോ അവതാരികയായി കരിയർ ആരംഭിച്ച ജുവൽ മലയാളത്തിലെ മിക്ക ഹിറ്റ് ഷോകളുടെയും അവാർഡ് ഷോകളുടെയും അവതാരികയായി കയ്യടി നേടിയിട്ടുണ്ട്. അവതാരികയായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ജുവലിന്റെ സിനിമ അരങ്ങേറ്റം. 2015 പുറത്തിറങ്ങിയ പത്തേമാരി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടായിരുന്നു ജുവലിന്റെ അരങ്ങേറ്റം. നളിനി എന്ന കഥാപാത്രമായി ജുവൽ സിനിമയിൽ തിളങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ നിരവധി അവസരങ്ങളാണ് ജുവലിനെ തേടിയെത്തിയത്. ഇതുവരെ 6ഓളം ചിത്രങ്ങളിലാണ് ജുവൽ അഭിനയിച്ചത്. കഴിഞ്ഞ 7 വർഷത്തോളമായി മലയാള സിനിമയിലുള്ള തനിക്ക് കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് ജുവൽ. എന്നാൽ ഫോണിലൂടെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ച ഒരു അനുഭവത്തെക്കുറിച്ച് താരം പറയുകയാണ്. ജുവലിന്റെ വാക്കുകൾ ഇങ്ങനെ: കാസ്റ്റിംഗ് കൗച്ച് വരെ എത്തിയില്ല, പക്ഷെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഒരു പുള്ളി എന്നെ വിളിച്ചു, ആരാണ് എന്നൊന്നും അറിയില്ല. എന്നിട്ട് എന്നോടൊരു ഫേമസ് നടന്റെ പേര് പറഞ്ഞു. അയാളുടെ ഒപ്പമാണ് അഭിനയിക്കേണ്ടത്, ടീച്ചറുടെ റോളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കഥ കേൾക്കാമെന്ന് പറഞ്ഞു. 1 ലൈൻ ഞാൻ ഇപ്പോൾ തന്നെ പറയാമെന്ന് പറഞ്ഞ് പുള്ളി കഥ തുടങ്ങി. കഥ കേട്ട് വന്നപ്പോൾ എവിടെയോ കേട്ട പോലെ ദേശാടനക്കിളി കരയാറില്ല എന്ന സിനിമയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് കണ്ടിട്ടില്ല എന്നാണ് അയാളുടെ വിചാരം. ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് ഇയാൾ വന്നു തുടങ്ങിയതല്ലേ ഉള്ളൂ, ചെറിയ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പുള്ളിക്ക് 15 മിനിറ്റ് സുവിശേഷ പ്രസംഗമൊക്കെ കൊടുത്ത് നന്നാക്കിയാണ് വിട്ടത്. ഞാൻ വൻ ഉപദേശമായിരുന്നു. ചേട്ടാ, നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ ആരോടാണ് ഇങ്ങനെ പറയുന്നത്, അങ്ങനെ കുറേ പറഞ്ഞു. അയാൾക്ക് അവസാനം മതിയായി. പുള്ളിക്ക് ചോദിക്കേണ്ടെന്നായി പോയി. പിന്നെ പുള്ളിയുടെ അഡ്രസ്സ് ഒന്നും ഉണ്ടായില്ല. ഞാൻ അയാളെ ചീത്തയല്ല പറഞ്ഞത്, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയായിരുന്നു ചോദിച്ചത്. ഞാൻ പേടിച്ചു. അന്ന് എനിക്ക് ഇപ്പോഴത്തെ അത്ര ധൈര്യമൊന്നുമില്ല. അങ്ങനെ ആ പേടിയും വെപ്രാളവും എല്ലാം കൂടി ഞാൻ ആ ചേട്ടനെ 15 മിനിറ്റ് ഉപദേശിച്ചുവെന്ന് ജുവൽ പറയുന്നു. വേണ്ടെന്ന് തോന്നിയിട്ട് ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ജുവൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. സാമ്പത്തിക പരാധീനത കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കരുതി ചെയ്തിട്ടുണ്ട്. സിനിമ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് സങ്കടവും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കും, ഭയങ്കര ഇരുട്ട് കുത്തിക്കിടക്കുന്നിടത്ത് തീപ്പെട്ടിക്കോലിയുടെ വെളിച്ചമെങ്കിലും വേണമല്ലോ എന്ന്. ഒരു ഉരുള അല്ലെങ്കിൽ ഒരു ഉരുള, അത് വലിയ കാര്യമാണ്. എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത സിനിമകൾ താല്പര്യമില്ലെന്ന് വ്യക്തമായി തന്നെ പറയാറുണ്ട്. ഞാൻ സിനിമയിൽ ചാൻസ് ചോദിച്ചിട്ടില്ല. അതെന്തോ എനിക്ക് മടിയാണ്. അത് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതിനുള്ളൊരു കോൺഫിഡൻസ് ആയി വരുന്നുണ്ട്. ഇനി ഞാൻ ചോദിച്ചു തുടങ്ങുമെന്നും ജുവൽ പറയുന്നു. D4 ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ജുവൽ മേരി എന്ന അവതാരിക ആദ്യം ശ്രദ്ധ നേടുന്നത്. ഇതിനിടയിലാണ് സിനിമയിലേക്കും അവസരം ലഭിക്കുന്നത്. സുരേഷ് ഗോപി നായകനായ പാപ്പലിലാണ് ജുവൽ മേരി അവസാനമായി അഭിനയിച്ചത്. ക്ഷണികമാണ് പുതിയ സിനിമ.